നമസ്കാരം. രാമായണം കഥാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞൊരു രാജ്യമായിരുന്നു കോസലം. കോസല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു അയോധ്യ. സൂര്യവംശത്തിലെ പ്രധാന രാജാവായിരുന്ന മനു ആയിരുന്നു അയോധ്യ നഗരി സരയൂ നദിയുടെ തീരത്ത് പടുത്തുയർത്തിയത്. ഇന്ദ്രന്റെ അമരാവതിയോളം മനോഹരമായിരുന്നു അയോധ്യ. എങ്ങും ഉദ്യാനങ്ങൾ, പൂക്കളുടെ സുഗന്ധമാകെ നഗരത്തിൽ വ്യാപിച്ചു കിടന്നിരുന്നു. എല്ലാ തടാകങ്ങളിലും താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുമായിരുന്നു. താമരപ്പൂക്കൾക്കിടയിൽ നീന്തി തുടിക്കുന്ന അരയന്നങ്ങൾ ആരെയും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു. വഴിയിടങ്ങൾ വൃത്തിയുള്ളതും മനോഹരങ്ങളുമായിരുന്നു. വഴികൾക്ക് ഇരുവശവും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അവ വഴിയാത്രക്കാർക്ക് തണലും വിശ്രമിക്കാനിടവും വിശപ്പകറ്റാൻ ഫലവും നൽകിപ്പോന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയായിരുന്നു. അവർ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയോ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തില്ല. സത്യം മാത്രം പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം. അവർ തങ്ങളുടെ നിയമസംഹിതയെ മാനിക്കുകയും രാജാവിനെ ദൈവത്തെപ്പോലെ കാണുകയും ചെയ്തു. അയോധ്യ ദശരഥ മഹാരാജാവ് ഭരിക്കുന്ന കാലം. അയോധ്യ എന്നാൽ ആർക്കും കീഴടക്കാനാവാത്തത് എന്നർത്ഥം. ദശരഥൻ എന്നാൽ 10 രഥങ്ങളോട് കൂടിയവൻ എന്നോ രഥത്തെ 10 ദിശകളിൽ ഒരേ സമയം നിയന്ത്രിക്കുന്നവനെന്നോ അല്ല. ശരിക്കും അദ്ദേഹം ഒരു സാധകനായിരുന്നു, ആത്മീയത കൈവശമുള്ളയാൾ. മനസ്സാകുന്ന രഥത്തെ തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ആൾ. അദ്ദേഹം ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ നടത്തിപ്പോന്നു. വർഗജാതി ഭേദമില്ലാതെ അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് സ്വർണവും ഗോക്കളെയും ഭൂമിയും തുണിത്തരങ്ങളും എല്ലാം ദാനം ചെയ്തു. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോരാട്ടങ്ങളിൽ പോലും ദശരഥൻ തൻ്റെ സൈന്യവുമായി ദേവന്മാരുടെ സഹായത്തിനെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി 3 ലോകങ്ങളിലും പരന്നു. പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കടമ. അദ്ദേഹത്തിന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യമാരായ കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവരോടൊപ്പം രാജധാനിയിൽ സന്തോഷത്തോടെ കഴിഞ്ഞുവന്നു. എന്നാൽ എല്ലാ സുഖസൗകര്യങ്ങൾക്കിടയിലും അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു ദുഃഖമായിരുന്നു സന്താന ദുഃഖം. അശ്വമേധ യാഗം നടത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന സന്യാസിവര്യന്റെ വാക്കുകൾ കേട്ട രാജാവ് രാജഗുരുക്കന്മാരായ വസിഷ്ഠനോടും വാമദേവനോടും അഭിപ്രായങ്ങൾ തേടി. വിശ്വസ്തനായ മന്ത്രിയും ഉപദേശകനുമായ സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഖനെ വരുത്തി യാഗം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഋഷി കശ്യപന്റെ പുത്രനായ വിഭന്തകന്റെ പുത്രനായിരുന്നു ഋഷ്യശൃംഖൻ. അദ്ദേഹം ഓർമ്മ വെച്ച നാൾ മുതൽ ഘോര വനത്തിലുള്ളിലായിരുന്നു. തന്റെ പിതാവിനെ സേവിക്കുക എന്നതായിരുന്നു ഋഷ്യശൃംഖന്റെ പ്രധാന ജോലി. പിതാവിനെ അല്ലാതെ മൂന്നാമതൊരു മനുഷ്യജീവിയെ ഋഷ്യശൃംഖൻ കണ്ടിട്ടേയില്ലായിരുന്നു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഋഷ്യശൃംഖൻ. അതേസമയം അംഗദ എന്ന രാജ്യം ഭരിച്ചിരുന്നത് രാമപാദൻ എന്ന രാജാവായിരുന്നു. ധർമ്മത്തിന്റെ പാത പിന്തുടർന്നിരുന്ന രാമപാദൻ വളരെ പ്രശസ്തനായിരുന്നു. അംഗദ ഒരിക്കൽ കടുത്ത വരൾച്ചയിലൂടെ കടന്നുപോയി. രാജാവും പ്രജകളുമെല്ലാം കൊടിയ വരൾച്ചയിൽ വലഞ്ഞു. ഉപായം അന്വേഷിച്ച രാജാവിനോടായി ഋഷ്യശൃംഖൻ യാഗം നടത്തിയാൽ ഉറപ്പായും ഫലസിദ്ധി ഉണ്ടാകുമെന്ന് ഋഷിവര്യന്മാർ അഭിപ്രായപ്പെട്ടു. അദ്ദേഹം കുറച്ച് സ്ത്രീകളെ ഋഷ്യശൃംഖനെ അംഗദയിലേക്ക് കൊണ്ടുവരാനായി അയച്ചു. ഋഷ്യശൃംഖൻ ഒരു സ്ത്രീയെ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ലായിരുന്നു. അവരുടെ അംഗലാവണ്യത്തിൽ ആകൃഷ്ടനായ ഋഷ്യശൃംഖനെ അവർ അംഗദയിൽ എത്തിച്ചു. അംഗദത്തിലെത്തിയ ഋഷ്യശൃംഖനെ രാജാവും പരിവാരങ്ങളും ചേർന്ന് ബഹുമാനപൂർവ്വം സ്വീകരിച്ച് യാഗം നടത്തി. യാഗം നടത്തിയതിന്റെ ഫലമായി അവിടമെങ്ങും മഴ പെയ്യാൻ തുടങ്ങി. യാഗത്തിനു ശേഷം രാജാവ് തന്റെ പുത്രി ശാന്തയെ വിവാഹം ചെയ്യാൻ ഋഷ്യശൃംഖനോട് അപേക്ഷിച്ചു. അങ്ങനെ ശാന്തയെ വിവാഹം ചെയ്ത് ഋഷ്യശൃംഖൻ അംഗദത്തിൽ തന്നെ താമസമാക്കി. ശേഷം പിതാവായ വിഭന്തകൻ അംഗദ സന്ദർശിക്കുകയും ഋഷ്യശൃംഖനെയും ശാന്തയെയും അനുഗ്രഹിക്കുകയും ചെയ്തു. മന്ത്രിയിൽ നിന്നും ഋഷ്യശൃംഖന്റെ കഥയറിഞ്ഞ ദശരഥൻ അദ്ദേഹത്തെയും പത്നി ശാന്തയെയും അയോധ്യ സന്ദർശനത്തിനായി ക്ഷണിച്ചു. അതിന് പ്രകാരം മന്ത്രി സുമന്ത്രർ അംഗദത്തിലെത്തി ഋഷ്യശൃംഖനെയും പത്നിയെയും അശ്വമേധ യാഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചു. രാജാവിന്റെ അനുമതിയോടെ ഋഷ്യശൃംഖനും പത്നിയും സുമന്ത്രരെ അനുഗമിച്ച് അയോധ്യയിലെത്തി. ഋഷ്യശൃംഖന്റെ നേതൃത്വത്തിൽ അശ്വമേധ യാഗവും പുത്രകാമേഷ്ടി യാഗവും സരയൂ തീരത്ത് വെച്ച് നടത്തി. യാഗം അവസാനിക്കുന്ന സമയം എല്ലാവരും അക്ഷമരായ അഗ്നിയെ വീക്ഷിച്ചു നിന്നു. അപ്പോൾ ഒരു സ്വർഗീയ പുരുഷൻ അഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സുവർണ കലശമുണ്ടായിരുന്നു. അതിൽ അതിവിശിഷ്ടമായ പായസമായിരുന്നു ഉണ്ടായിരുന്നത്. ദശരഥനും കൂട്ടരും ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ വന്ദിച്ചു. ആ രൂപം ബ്രഹ്മദേവന്റെ ദൂതനായിരുന്നു. ദൂതൻ ദശരഥനോടായി ഈ കലശത്തിലെ പായസം 3 പത്നിമാർക്കും വീതിച്ചു നൽകണമെന്നും അവർ 3 പുത്രന്മാർക്ക് ജന്മം നൽകുമെന്നും പറഞ്ഞു. ദശരഥൻ കൗസല്യയ്ക്ക് പായസത്തിന്റെ നേർപകുതി കൊടുത്തു. ബാക്കി വന്നതിന്റെ പകുതി സുമിത്രയ്ക്ക് ലഭിച്ചു. സുമിത്രയ്ക്ക് ലഭിച്ചതിന്റെ പകുതി സുമിത്ര കൈകേയിക്ക് നൽകി. കൈകേയിയാകട്ടെ തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി തിരികെ സുമിത്രയ്ക്കും നൽകി. രാജ്ഞിമാർ 3 സന്തോഷത്തോടെ പായസം കഴിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ചൈത്രമാസത്തിലെ 9-ാം ദിവസം കൗസല്യ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി.
കൈകേയിയും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. സുമിത്രയ്ക്കാകട്ടെ ഇരട്ട കുട്ടികളും ജനിച്ചു. രാജഗുരു വസിഷ്ഠന്റെ ശിക്ഷണത്തിൽ കുമാരന്മാർ മിടുക്കന്മാരായി വളർന്നു വന്നു. കൗസല്യയുടെ പുത്രന് രാമനെന്നും കൈകേയിയുടെ പുത്രന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് യഥാക്രമം ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും നാമകരണം ചെയ്തു. രാജപുത്രന്മാരുടെ ജനനത്തിൽ അയോധ്യയെങ്ങും ജനങ്ങളുടെ ആഘോഷങ്ങൾ നടന്നു. അവർ തെരുവുകളിൽ ആട്ടവും പാട്ടവും സംഘടിപ്പിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ലക്ഷ്മണന് രാമനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരതനോട് ശത്രുഘ്നനും. വസിഷ്ഠമുനി അവരെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു. അസ്ത്രവിദ്യയിലും വാൾപ്പയറ്റിലും അവർ പ്രാവീണ്യം നേടി. കുതിരയോട്ടവും ആനയോട്ടവും രഥം തെളിയിക്കാനുമൊക്കെ അവർ വളരെ വേഗം പഠിച്ചു. 4 പുത്രന്മാരും അച്ഛനമ്മമാരെ ഒരുപോലെ സ്നേഹിച്ചു. രാമൻ ദയാലുവും എല്ലാവരോടും എന്തിന് ശത്രുക്കളോട് പോലും മമതയുള്ളവനുമായിരുന്നു. മുതിർന്നവരെ ബഹുമാനിച്ചിരുന്ന രാമൻ ആരെയും കുത്തുവാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കുമായിരുന്നില്ല. ഏതൊരു ചെറിയ ജീവി പോലും തന്നോട് കാണിക്കുന്ന സഹായം രാമൻ ഒരിക്കലും മറന്നിരുന്നുമില്ല. രാമന് 16 വയസ്സുള്ളപ്പോൾ ദശരഥൻ രാമനു വേണ്ടി വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരു വിശ്വാമിത്രൻ ദശരഥന്റെ സദസ്സിലെത്തി. അദ്ദേഹം ഒരു കാര്യമുണർത്തിച്ചു. അല്ലയോ രാജാവേ, ഞാൻ വന്നത് ഒരു അപേക്ഷയുമായിട്ടാണ്. അങ്ങനെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതിക്കൊള്ളട്ടെ. മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഞാൻ എൻ്റെ ആശ്രമത്തിൽ ഒരു യജ്ഞം നടത്തുകയാണ്. എന്നാൽ മാരീചനെന്നും സുബാഹു എന്നും പേരുള്ള 2 അസുരന്മാർ എൻ്റെ യാഗശാല ആക്രമിക്കുകയും രക്തവും മാംസവും കൊണ്ട് യാഗശാല അശുദ്ധമാക്കുകയും ചെയ്യുന്നു. എനിക്ക് അങ്ങയുടെ പുത്രനായ രാമൻ്റെ സഹായം വേണം. അവനെ എൻ്റെ കൂടെ ദയവായി അയച്ചാലും അവരെ നിഗ്രഹിക്കുക വഴി രാമൻ്റെ കീർത്തി 3 ലോകങ്ങളിലും നിറയും. ദശരഥനാകെ ആശയക്കുഴപ്പത്തിലായി. ഒരു ദിവസം പോലും രാമനെ കാണാതിരിക്കാൻ ദശരഥനാകുമായിരുന്നില്ല. അപ്പോഴാണ് അതിഭീകരന്മാരായ 2 രാക്ഷസന്മാരെ ഒരു കൗമാരക്കാരൻ നേരിടേണ്ടത്. രാമൻ എങ്ങനെ അവരെ പരാജയപ്പെടുത്താനാണ്? രാമനെ അവർ തീർച്ചയായും അപായപ്പെടുത്തും. രാമനില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാനുമാവില്ല. ദശരഥൻ ഗുരു വിശ്വാമിത്രനോടായി പറഞ്ഞു, ഗുരു, ഒരു കൗമാരക്കാരൻ എങ്ങനെ ഇത്രയും വലിയ രാക്ഷസന്മാരെ നേരിടും? ഞാനും എൻ്റെ സർവ്വസൈന്യവും അങ്ങയുടെ യാഗശാലയുടെ സംരക്ഷണത്തിനായി വരാം. ദയവായി എൻ്റെ മകനെ അങ്ങ് ആവശ്യപ്പെടാതിരുന്നാലും. ഇത് കേട്ട വിശ്വാമിത്രൻ കോപം കൊണ്ട് ജ്വലിച്ചു. അങ്ങ് ഞാൻ പറയുന്ന സഹായം എനിക്ക് നൽകാമെന്ന് വാക്കു തന്നതല്ലേ? താങ്കളുടെ വംശത്തിലെ ഒരു രാജാവും ഇന്നേവരെ വാക്കു പാലിക്കാതിരുന്നിട്ടില്ല. ഇതിന്റെ തിക്തഫലം അങ്ങ് അനുഭവിക്കേണ്ടതായി വരും. പെട്ടെന്ന് രാജഗുരു വസിഷ്ഠൻ തന്റെ മൗനം വെടിഞ്ഞ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, തപസ്വിയായ വിശ്വാമിത്രന് തന്റെ തപശക്തി ഉപയോഗിച്ച് വേണമെങ്കിൽ ആ അസുരന്മാരെ ഭസ്മമാക്കാമായിരുന്നു. എന്നിരുന്നാലും രാമന്റെ സഹായം ആവശ്യപ്പെട്ടത് രാമന്റെ പ്രശസ്തി 3 ലോകങ്ങളിലും വ്യാപിക്കാനാണ്. മാത്രമല്ല രാമന് പല അസ്ത്രങ്ങളും ഉപയോഗിച്ചു പരിശീലിക്കാവുന്ന ഒരു പരീക്ഷണം കൂടിയാവും ഇത്. രാമനെ ദയവായി അദ്ദേഹത്തോടൊപ്പം അയച്ചാലും. ദശരഥൻ വിശ്വാമിത്രനോടായി പറഞ്ഞു, രാമനെ അനുഗമിക്കാൻ ലക്ഷ്മണനെയും അങ്ങ് ദയവായി അനുവദിക്കുക. എന്നിട്ട് രാമനോടായി ഇങ്ങനെ പറഞ്ഞു, ഗുരു പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കണം. രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ അനുഗമിച്ചു. അവർ സരയൂ നദിയുടെ തീരത്തെത്തിയപ്പോൾ കുറച്ച് ജലം കയ്യിലെടുക്കാൻ വിശ്വാമിത്രൻ രാമനോടായി ആവശ്യപ്പെട്ടു. എന്നിട്ട് ബലയെന്നും അതിബലയെന്നും പേരുള്ള 2 മന്ത്രങ്ങൾ രാമന് പഠിപ്പിച്ചു കൊടുത്തു. ഈ മന്ത്രങ്ങൾ അറിഞ്ഞാൽ ഏതവസ്ഥയിലും വിശപ്പും ദാഹവുമൊന്നും രാമനെ അലട്ടില്ല. ബ്രഹ്മദേവന്റെ പുണ്യമന്ത്രങ്ങളായിരുന്നു ബലയും അതിബലയും. രാമനെ പോലുള്ള ഒരവതാരത്തിന് മാത്രമേ അത് പരിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. രാത്രിയായപ്പോൾ രാമലക്ഷ്മണന്മാർ ചേർന്ന് ഗുരുവിന് പുല്ലുകൊണ്ടുള്ള മെത്തയൊരുക്കി. അവർ വെറും നിലത്ത് കിടന്നു. ജീവിതത്തിൽ ആദ്യമായി തറയിൽ ഉറങ്ങുകയാണെങ്കിലും അവർ സന്തോഷവാന്മാരായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യനമസ്കാരം നടത്തി അവർ കാമാശ്രമം ലക്ഷ്യമാക്കി നടന്നു. അവിടെ കുറെ സന്യാസിമാർ ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു. ഇതിനു പിന്നിലുള്ള കഥ എന്തെന്ന് വിശ്വാമിത്രൻ അവരോടായി പറഞ്ഞു. ദക്ഷ പ്രജാപതി നടത്തിയ യാഗത്തിൽ എല്ലാ ദേവതകൾക്കും ക്ഷണമുണ്ടായിരുന്നു, മഹാദേവൻ ഒഴികെ. പ്രജാപതി ദക്ഷൻ പുത്രി സതിയെയും മഹാദേവനെയും അപമാനിക്കുക മാത്രമല്ല, മഹാദേവന് ഹവിസ് നൽകാൻ തയ്യാറായതുമില്ല. ഇങ്ങനെ ചെയ്തതുവഴി ദക്ഷൻ സതിയെ മാത്രമല്ല മഹാദേവനെയും സകല ദേവകളുടെയും മുൻപിൽ അപമാനിക്കുകയാണ് ചെയ്തത്. അപമാനം സഹിക്കാനാവാതെ സതീദേവി യാഗാഗ്നിയിൽ തന്നെ ആത്മാഹൂതി നടത്തി. അടുത്ത ജന്മത്തിൽ ഹിമവാന്റെ പുത്രി പാർവതിയായി പുനർജനിച്ചു. മഹാദേവൻ സതീദേവിയുടെ വിയോഗത്തോടെ ധ്യാനത്തിലും ഏർപ്പെട്ടു. പാർവതിയാകട്ടെ മഹാദേവന്റെ തപസ്സിന് ഭംഗം വരുത്താതെ അദ്ദേഹത്തെ ദിനവും പൂജിച്ചു പോന്നു. ദേവന്മാരുടെ ഭീഷണിയായിരുന്ന താരകാസുരനെ വധിക്കാൻ ശിവപാർവതിമാരുടെ പുത്രനെ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ കാമദേവന്റെ സഹായം തേടി. പാർവതി മഹാദേവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കാമദേവൻ തന്റെ പുഷ്പബാണം എയ്യുന്നു. കുപിതനായ മഹാദേവൻ തൃക്കണ്ണ് തുറക്കുമ്പോൾ കാമദേവൻ ഒരു പിടി ചാരമായി മാറി. അതോടെ കാമദേവന് തന്റെ ശരീരം നഷ്ടമായി. അങ്ങനെ ഈ ആശ്രമം കാമാശ്രമം എന്നറിയപ്പെട്ടു. ശ്രീരാമനെ അറിയാമായിരുന്ന ഋഷിമാർ അദ്ദേഹത്തെ തൊഴുതു വണങ്ങി. പിന്നെയും യാത്ര തുടർന്ന അവർ
ഗംഗാനദി കടന്നൊരു ഘോര വനത്തിലെത്തി. പെട്ടെന്ന് അവർ ഒരു വലിയ അലർച്ച കേട്ടു. സകല ചരാചരങ്ങളും നടുങ്ങുന്ന വിധത്തിലുള്ളതായിരുന്നു അത്. ആ അലർച്ചയ്ക്കു ശേഷം കാടാകെ നിശബ്ദമായി. ഒരു കിളി പോലും ചിലച്ചില്ല. രാമൻ ഈ നിശബ്ദതയെപ്പറ്റി ഗുരു വിശ്വാമിത്രനോട് ചോദിച്ചു. അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ഒരിക്കലിവിടെ മലട എന്നും കരുഷ എന്നും പേരുള്ള 2 ധനിക രാജ്യങ്ങളുണ്ടായിരുന്നു. ഫലഭൂയിഷ്ഠമായി ഈ പ്രദേശത്തെ ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. എന്നാൽ ഈ പ്രദേശത്തെ താടക എന്നു പേരുള്ള ഒരു അസുര തകർത്ത് തരിപ്പണമാക്കി. സുകേതു എന്ന യക്ഷന് പുത്രന്മാരില്ലാത്തതിനാൽ സർവ്വഗുണവും തികഞ്ഞൊരു പുത്രനെ ലഭിക്കാൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ബ്രഹ്മാവ് 1000 ആനകളുടെ ശക്തിയുള്ള ഒരു പുത്രിയെയാണ് സുകേതുവിന് വരമായി നൽകിയത്. അവൾ സുന്ദൻ എന്ന യക്ഷനെ വിവാഹം ചെയ്തു. അവർക്ക് മാരീചനെന്നും സുബാഹു എന്നും പേരുള്ള 2 പുത്രന്മാരും ജനിച്ചു. ഒരിക്കൽ സുന്ദൻ അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിച്ചു. കോപാകുലനായ മുനി തന്റെ തപശക്തിയാൽ സുന്ദനെ ചാമ്പലാക്കി. ഇതിൽ പ്രതികാരം ചെയ്യാനായി താടകയും പുത്രന്മാരായ മാരീചനും സുബാഹുവും അഗസ്ത്യമുനിയുടെ ആശ്രമവും യാഗശാലയും സ്ഥിരമായി ആക്രമിക്കുകയും പല രീതിയിൽ അശുദ്ധമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അഗസ്ത്യമുനിയെ തന്റെ പതിയാക്കണമെന്നും അവൾക്ക് മോഹമുദിച്ചു. സ്ത്രീയാണെന്ന പരിഗണനയിൽ ക്ഷമിച്ചുകൊണ്ടുന്ന അഗസ്ത്യമുനിക്ക് ഈ പ്രവൃത്തി അസഹനീയമായിരുന്നു. താടകയും മക്കളും രാക്ഷസന്മാരാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. എന്നാൽ അതിനുശേഷം താടക രാക്ഷസിയായി മാറി മാലതയിലെയും കരുഷയിലെയും എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കി. അങ്ങനെ ആ രാജ്യങ്ങൾ ഒരാൾപ്പാർപ്പില്ലാത്ത കാടായി മാറി. അത് താടകവനമെന്നറിയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ താടകവനത്തിലാണ്. താടകയെ വധിക്കാൻ രാമനാൽ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വാമിത്രൻ രാമനോടായി പറയുന്നു. താടക ഒരു സ്ത്രീയാണെന്നുള്ളതുകൊണ്ട് രാമ, നീ ഒരിക്കലും വിസമ്മതം പറയരുത്. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഒരുപാട് ദേവന്മാർ സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. വിരോചനന്റെ പുത്രിയായ മന്ധര ഈ ലോകം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ അവളെ വധിച്ചു. ഭൃഗുവിന്റെ പത്നി ഇന്ദ്രനെ വധിക്കാൻ തുനിഞ്ഞപ്പോൾ സാക്ഷാൽ നാരായണൻ അവരെ വധിക്കുകയുണ്ടായി. ധർമ്മം കാക്കാൻ നീ താടകയെ ഉന്മൂലനം ചെയ്യണം. രാമൻ ലക്ഷ്മണന്റെ സഹായത്തോടെ താടകയെയും സുബാഹുവിനെയും വധിക്കുന്നു. മാരീചൻ മാപ്പപേക്ഷിച്ചതിനാൽ രാമൻ മാപ്പ് നൽകുന്നു. അങ്ങനെ താടകവനത്തെ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും രാമൻ സ്വതന്ത്രമാക്കുന്നു. വിശ്വാമിത്രന് മഹാദേവനിൽ നിന്നും തപസ് ചെയ്ത് വരമായി നേടിയ ഒരുപാട് അസ്ത്രവിദ്യകൾ അറിയാമായിരുന്നു. ധർമ്മചക്ര, കാലചക്ര, വിഷ്ണുചക്ര, ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, സുരം, ബ്രഹ്മശിരുഅസ്ത്രം, തികാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ധർമ്മപാസം, കാലപാസം, വരുണപാസം, ആഗ്നേയാസ്ത്രം, വായു അസ്ത്രം, ഗന്ധർവാസ്ത്രം, സൗരാസ്ത്രം, മദനാസ്ത്രം, മോഹനാസ്ത്രം, നന്ദ എന്നു പേരുള്ള വാൾ, അങ്ങനെ ഒരുപാട് വിദ്യകൾ. വിശ്വാമിത്രൻ ഈ അറിവുകൾ രാമന് പകർന്നു നൽകാൻ സന്നദ്ധനായി. രാമൻ സ്നാനം കഴിഞ്ഞ് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിരുന്നു. മന്ത്രങ്ങൾ ഓരോന്നായി വിശ്വാമിത്രൻ രാമന് ഉപദേശിച്ചു കൊടുത്തു. അസ്ത്രങ്ങൾ ഉണർത്താനും പ്രയോഗിക്കാനും ആവശ്യമെങ്കിൽ പിൻവലിക്കാനുമുള്ള മന്ത്രങ്ങളായിരുന്നു അവ. അസ്ത്രങ്ങളുടെ എല്ലാം ദേവതകൾ രാമനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വണങ്ങി. അവർ കൈകൂപ്പിക്കൊണ്ട് രാമനോടായി പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ്. നിർദ്ദേശങ്ങൾ തന്നാലും. രാമൻ അവരോടായി പറഞ്ഞു, എന്റെ ബുദ്ധിയിൽ എപ്പോഴും തുടരൂ. ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സഹായം തേടാം. ദേവതകൾ അപ്രത്യക്ഷരായി. വിശ്വാമിത്രൻ രാമൻ പഠിപ്പിച്ച വിദ്യകളെല്ലാം തന്നെ ലക്ഷ്മണന് പകർന്നു നൽകാൻ രാമനോടായി പറഞ്ഞു. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാർ രാക്ഷസന്മാരെ വധിച്ച കാര്യങ്ങൾ മുൻഭാഗങ്ങളിൽ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നോക്കാം. യാത്ര തുടർന്ന മൂവരും സിദ്ധാശ്രമത്തിലെത്തി. അവിടെ വെച്ച് യാഗം നടത്താൻ തീരുമാനിച്ച വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിന്റെ മഹത്വം രാമലക്ഷ്മണന്മാരോട് വിശദീകരിച്ചു. ഭഗവാൻ നാരായണൻ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ വാമനനായി അവതരിച്ചു. അതിഥിയുടെ മറ്റു പുത്രന്മാരായ ദേവന്മാർ അസുരന്മാർ നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകൾ അതിഥിയെ വളരെ വിഷമിപ്പിച്ചിരുന്നു. അതിഥിയുടെ തപസ്സിന്റെ ഫലമായാണ് മഹാവിഷ്ണു ദേവന്മാരെ സഹായിക്കാൻ അതിഥിയുടെ മകനായി ജനിച്ചത്. അസുര ചക്രവർത്തിയായ ബലി 3 ലോകങ്ങളും കീഴടക്കി ഭരിച്ചിരുന്ന സമയമായിരുന്നു അത്. ദാനധർമ്മങ്ങളിൽ ബലിയുടെ കീർത്തി 3 ലോകങ്ങളിലും വ്യാപിച്ചിരുന്ന സമയമായിരുന്നു അത്. ദേവന്മാരെക്കാൾ കൂടുതൽ ഒരസുരൻ പ്രശസ്തി ആർജിക്കുന്നത് ദേവന്മാർക്കും സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ ദേവേന്ദ്രന്റെ ആഗ്രഹപ്രകാരം വാമനനായി അവതരിച്ച വിഷ്ണു ബലിയെ കാണാൻ പുറപ്പെട്ടു. ബലിയോടായി ബ്രാഹ്മണനായ വാമനൻ 3 അടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാമനൻ ആവശ്യപ്പെട്ട 3 അടി മണ്ണ് വാമനനോടായി തന്നെ അളന്നെടുത്തു കൊള്ളാൻ ബലി അനുവദിച്ചു. വാമനൻ പെട്ടെന്ന് വളർന്ന് ആകാശമുട്ടെ വലുതായി. 1 കാലടി കൊണ്ട് മുഴുവൻ ഭൂമിയും അളന്നു. 2ാമത്തെ കാലടിയിൽ മുഴുവൻ സ്വർഗലോകവും അളന്നെടുത്തു. 3ാമതായി എവിടെ കാൽവയ്ക്കുമെന്ന് ചോദിച്ച വാമനനോടായി ബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനനാകട്ടെ ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. ആ സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെയാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിനാൽ ഇവിടം നിരവധി ഋഷിവര്യന്മാർ തപസ് അനുഷ്ഠിക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ താനും ഇവിടെ യാഗമനുഷ്ഠിക്കാനായി പോവുകയാണെന്ന് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടായി പറഞ്ഞു. അവിടെ സന്നിഹിതരായിരുന്ന ഋഷിവര്യന്മാർ വിശ്വാമിത്രനെയും അയോധ്യയിലെ രാജകുമാരന്മാരെയും സ്വീകരിച്ചു. വിശ്വാമിത്രൻ ദീക്ഷ സ്വീകരിച്ച് ദർഭാസനത്തിലിരുന്നു. മറ്റു സന്യാസിമാർ രാമനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാമ, വിശ്വാമിത്ര മഹർഷി ദീക്ഷ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം 6 പകലും 6 രാത്രിയും യാഗത്തിൽ മുഴുകിയിരിക്കും. ആരോടും സംസാരിക്കില്ല. 6 ദിവസവും യാഗം തുടർച്ചയായി നടക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ ഈ യാഗശാലയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ്. രാമനും ലക്ഷ്മണനും യാഗശാലയ്ക്ക് ചുറ്റും റോന്തു ചുറ്റാൻ തുടങ്ങി. ആദ്യത്തെ 5 ദിവസവും അശുഭകരമായ കാര്യങ്ങളൊന്നും നടന്നില്ല. 6-ാം ദിവസം രാക്ഷസന്മാർ തങ്ങളുടെ പണി തുടങ്ങി. ആകാശം കറുത്തിരുണ്ടു. രാക്ഷസന്മാരുടെ അലർച്ചകളും അട്ടഹാസങ്ങളും കൊണ്ട് അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. അവരുടെ കൈകളിൽ മാംസവും രക്തവും നിറഞ്ഞ കലശങ്ങൾ ഉണ്ടായിരുന്നു. രാമൻ ഉടൻ തന്നെ മാനവാസ്ത്രം മാരീചന് നേരെ തൊടുത്തു. അതവനെ ദൂരെ കടലിലെറിഞ്ഞു. ആഗ്നേയാസ്ത്രം തൊടുത്ത് രാമൻ സുബാഹുവിനെ നിഗ്രഹിച്ചു. മറ്റുള്ള അസുരന്മാരെ ലക്ഷ്മണനും വധിച്ചു. അങ്ങനെ യാഗം കുഴപ്പങ്ങളൊന്നും കൂടാതെ സമ്പൂർണമായി. സന്യാസി വര്യന്മാർ സന്തോഷത്തോടെ രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. വിശ്വാമിത്രൻ രാജകുമാരന്മാരെയും കൊണ്ട് മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടു. മിഥിലാപുരിയിലേക്കുള്ള യാത്രക്കിടയിൽ സൂര്യാസ്തമനത്തോടെ അവർ ശ്രോണ നദിക്കരയിലെത്തി. ശ്രോണ നദിക്കരയിൽ നിറയെ പൂക്കളും ഫലങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച രാമനോടായി വിശ്വാമിത്രൻ ആ മനോഹരമായ വനത്തിന് പിന്നിലുള്ള കഥ അവരോട് പറയാൻ തുടങ്ങി. പണ്ടിവിടെ ഒരു മഹാനായ സന്യാസി വര്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കുശ. ധർമ്മത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വിദർഭ രാജാവിന്റെ പുത്രിയെ വിവാഹം ചെയ്യുകയുണ്ടായി. അവർക്ക് യോഗ്യന്മാരായ 4 പുത്രന്മാരുണ്ടായി. കുശംബ, കുശാനഭ, അതുർധ രാജസ, വസു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഒരിക്കൽ കുശ തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോടായി 4 നഗരങ്ങൾ സ്വന്തമായി പടുത്തുയർത്തി അവിടെ ധർമ്മരാജ്യം സ്ഥാപിക്കാനായി പറഞ്ഞുവിട്ടു. പിതാവിന്റെ ആജ്ഞ ശിരസാവഹിച്ച പുത്രന്മാർ നഗരനിർമ്മാണത്തിനായി പുറപ്പെട്ടു. കുശംഭ കൗസംബി നഗരവും കുശാനഭ മഹോദയപുരവും അതുർധ രാജസ ധർമ്മരാജ്യവും വസു ഗിരിവ്രജപുരവും പടുത്തുയർത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഗധയിലാണ്. ഈ നഗരത്തിലെ ജലസ്രോതസ്സാണ് ശ്രോണ നദി. ഈ നദി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഈ പ്രദേശം വസുവിന്റെ കീഴിലായിരുന്നു. സഹോദരങ്ങളിൽ രണ്ടാമനായ കുശാനഭ ഒരു അപ്സരസിനെ വിവാഹം കഴിക്കുകയും അവർക്ക് 100 പുത്രിമാരുണ്ടാവുകയും ചെയ്തു. കുശാനഭയുടെ പുത്രിമാരെല്ലാം തന്നെ നൃത്തത്തിലും പാട്ടിലും മറ്റ് കലാരംഗങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവർ ഉദ്യാനത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സ്വതന്ത്രരായി വിരാജിച്ചിരുന്നു. അതീവ സുന്ദരികളായ അവരുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയ വായുദേവൻ അവരെ എല്ലാവരെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പകരമായി അവർക്ക് മരണമില്ലാത്ത ജീവിതവും വാഗ്ദാനം ചെയ്തു. എന്നാൽ രാജകുമാരിമാർ വായുദേവനോടായി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ദേവ, അങ്ങ് എല്ലായിടത്തുമുണ്ട്. മനുഷ്യ ശരീരത്തിലും അങ്ങുണ്ട്. അങ്ങില്ലാതെ ജീവനുമില്ല. എന്തിനാണ് ഞങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഏക ദൈവം. അദ്ദേഹം ആരെയാണോ തീരുമാനിക്കുന്നത് അയാളെ മാത്രമേ ഞങ്ങൾ വിവാഹം ചെയ്യുകയുള്ളൂ. ദയവായി അങ്ങ് ഇവിടെ നിന്നും പോയാലും. തന്റെ ആഗ്രഹം നിരസിച്ച കുമാരിമാരോട് വായുദേവൻ അതിയായ ദേഷ്യം തോന്നി. കോപം കൊണ്ട് ജ്വലിച്ച വായുദേവൻ കുമാരിമാർക്കെല്ലാം കൂനുണ്ടാകട്ടെ എന്ന് ശപിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ തിരികെ കൊട്ടാരത്തിലെത്തിയ രാജകുമാരിമാർ പിതാവായ കുശാനഭയോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. പുത്രന്മാർ തന്റെ അനുവാദത്തോടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശ്വസിപ്പിക്കുന്നതിനു പകരം തന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചതിന് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കുറച്ചു നാളുകൾക്ക് ശേഷം കുശാനഭ തന്റെ പുത്രിമാർക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. പുത്രിമാരെ സോമത എന്ന ഗന്ധർവ സ്ത്രീയുടെ പുത്രനായ ബ്രഹ്മദത്തനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്നതായിരുന്നു കുശാനഭയുടെ ആഗ്രഹം. സോമത എന്ന ഗന്ധർവ സ്ത്രീ ഒരു ഋഷിയെ ഒരുപാട് വർഷങ്ങൾ സേവിച്ചിരുന്നു. വരമായി അവർ ഋഷിയിൽ നിന്നൊരു പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. ആ പുത്രനായിരുന്നു ബ്രഹ്മദത്തൻ. പണ്ഡിതനായിരുന്ന ബ്രഹ്മദത്തൻ ദേവന്മാരിൽ നിന്നും നിരവധി ശക്തികൾ സ്വായത്തമാക്കിയിരുന്നു. കമ്പില്യ എന്നൊരു സാമ്രാജ്യവും അദ്ദേഹം ഭരിച്ചിരുന്നു. വിവാഹശേഷം ബ്രഹ്മദത്തൻ കുമാരിമാരെ ഓരോരുത്തരെയായി സ്പർശിച്ചപ്പോൾ അവരുടെ കൂന് അപ്രത്യക്ഷമായി. കുശാനഭൻ പുത്രിമാരെ സന്തോഷത്തോടെ ബ്രഹ്മദത്തന്റെ കൂടെ കമ്പില്യയിലേക്ക് യാത്രയാക്കി. പുത്രിമാരെല്ലാം ഭർത്തൃഗൃഹത്തിലേക്ക് പോയപ്പോൾ കൊട്ടാരം ശൂന്യമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു പുത്രനായി പുത്രകാമേഷ്ടി യാഗം നടത്താൻ കുശാനഭ തീരുമാനിച്ചു. യാഗത്തിനിടെ കുശാനഭയുടെ പിതാവായ കുശ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കുടുംബത്തിന് അന്തസ്സും ആഭിജാത്യവും കൊണ്ടുവരുന്ന ഒരു പുത്രൻ കുശാനഭയ്ക്ക് ജനിക്കാൻ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം കുശാനഭയ്ക്ക് ഒരു പുത്രൻ ഉണ്ടായി. ഗതി എന്നായിരുന്നു പുത്രന്റെ പേര്. അല്ലയോ രാമ, ഈ ഗതിയാണ് എന്റെ പിതാവ്. ഗതിയുടെ പുത്രനാണ് വിശ്വാമിത്രനായ ഞാൻ. കുശവംശത്തിൽ പിറന്നവനായതിനാൽ ഞാൻ കൗശിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, സത്യവതി.
എന്റെ സഹോദരിയായ സത്യവതിയെ രുചഗുണ എന്ന വ്യക്തി വിവാഹം ചെയ്തു. അവർ തന്റെ പതിയോടൊപ്പം ഉടലോടെ സ്വർഗലോകം പോകുകയുണ്ടായി. അവരുടെ പാതിവൃത്യം അവരെ പുണ്യനദിയായ കൗശികി മഹാനദിയാക്കി മാറ്റി. അവർ ഹിമാലയ സാനുക്കളിലൂടെ ഒഴുകുകയാണ്. എന്റെ സഹോദരി എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാനും ഹിമാലയത്തിൽ ജീവിക്കുകയായിരുന്നു. അവരുടെ പുത്രനാണ് ജാമാദാഗ്നി, സാക്ഷാൽ പരശുരാമന്റെ പിതാവ്. രാമ, നീ ഈ ഭൂപ്രദേശത്തിന്റെ പുണ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നിന്നോടായി എൻ്റെ വംശപരമ്പരകളെപ്പറ്റി എല്ലാം പറഞ്ഞു. എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ, സഹോദരി, അവരുടെ പുത്രൻ, എല്ലാവരെ പറ്റിയും. ഞങ്ങളെല്ലാം ഈ പ്രദേശത്തു നിന്നും വന്നവരാണ്. അതാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. ഇനി നമുക്ക് അല്പനേരം വിശ്രമിക്കാം. ഷൗണ നദി കടന്ന് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും മറ്റ് ഋഷിമാരും ഗംഗാതീരത്തെത്തി. അവർ ഗംഗാതീരത്ത് വിശ്രമിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് ഗംഗാസ്നാനം നടത്തി സൂര്യ നമസ്കാരം ചെയ്തു. പുണ്യനദിയായ ഗംഗയുടെ കഥ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച രാമനോടായി വിശ്വാമിത്രൻ ഗംഗാദേവിയുടെ കഥ പറയാൻ തുടങ്ങി. ഹിമവൻ രാജാവിനും പത്നി മേനക അഥവാ മനോരമയ്ക്കും 2 പുത്രിമാരുണ്ടായിരുന്നു. ഭൂമിയിൽ അവരേക്കാൾ സുന്ദരികൾ വേറെ ആരുമില്ലായിരുന്നു. മൂത്ത പുത്രിയായിരുന്നു ഗംഗ, രണ്ടാമത്തെ പുത്രി ഉമ. ദേവന്മാർ ഹിമവൻ രാജാവിനെ സമീപിച്ച് സ്വർഗത്തിലേക്ക് ഗംഗയെ അയക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം സന്തോഷപൂർവ്വം ഗംഗയെ സ്വർഗലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ഗംഗ സ്വർഗത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. ദേവന്മാരെല്ലാം ഗംഗയെ പുണ്യനദിയായി ആരാധിക്കാനും തുടങ്ങി. ഹിമവൻ രാജാവ്, അതായത് ഹിമവാൻ, തന്റെ രണ്ടാമത്തെ പുത്രി ഉമയെ മഹാദേവന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. രാമ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഗംഗ എങ്ങനെ സ്വർഗത്തിലെത്തി എന്നാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഭൂമിയിലും പാതാള ലോകത്തിലും ഗംഗ എത്തി എന്ന കഥയാണ്. മഹാദേവനും ദേവി ഉമയും ഏകദേശം 100 വർഷത്തോളം ദാമ്പത്യബന്ധം നയിച്ചിട്ടും അവർക്ക് സന്താനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ താരകാസുരൻ എന്ന അസുരനെ വധിക്കാൻ ശിവന്റെ പുത്രന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നതിനാൽ ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും മഹാദേവനെ സമീപിക്കുകയുണ്ടായി. മഹാദേവൻ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം തന്റെ ശക്തി പ്രവഹിപ്പിച്ചു. ആ ശക്തി അഗ്നിയിലൂടെയും ഭൂമിയിലൂടെയും കടന്നുപോയി. ഭൂമിയിൽ ആ ശക്തി പ്രവഹിച്ചത് പർവ്വതങ്ങളുടെയും വനങ്ങളുടെയും പുഴകളുടെയും രൂപത്തിലായിരുന്നു. ഈ ശക്തി പ്രവാഹത്തിലൂടെയാണ് പിന്നീട് കുമാരസ്വാമിയുടെ ജനനം. എന്നാൽ ദേവി ഉമ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കടന്നുകയറ്റം നടത്തിയ ദേവന്മാരോട് കുപിതയായി. അവരെ ഇങ്ങനെ ശപിച്ചു: ദേവന്മാർക്ക് അവരുടെ ഭാര്യമാരിൽ നിന്ന് കുട്ടികളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഭൂമി ദേവിയെ ഒന്നിലധികം പുരുഷന്മാരുടെ ഭാര്യയാകട്ടെ എന്നും ശപിച്ചു. ശാപവിവരമറിഞ്ഞ മഹാദേവൻ ദുഃഖിതനായി ഹിമാലയത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ചെന്ന് തപസ്സിൽ മുഴുകി. ദേവന്മാരുടെ സൈന്യാധിപതിയായിരുന്ന മഹാദേവൻ തപസ് അനുഷ്ഠിക്കാനായി പോയതുകൊണ്ട് തങ്ങൾക്കൊരു സൈന്യാധിപനെ ആവശ്യമാണെന്ന് ദേവന്മാർ ബ്രഹ്മദേവനോട് പറഞ്ഞു. എന്നാൽ ബ്രഹ്മദേവൻ അവരോടായി ഒരിക്കലും ഉമാദേവിയുടെ ശാപം ഫലിക്കാതിരിക്കില്ല എന്നും ഇനിയൊരു പുത്രൻ സ്വർഗത്തിൽ പൂജാതനാകണമെങ്കിൽ അഗ്നിദേവനും ഗംഗയും തമ്മിൽ കൂടിച്ചേരണമെന്നും ദേവന്മാരോടായി പറഞ്ഞു. ദേവന്മാർ അഗ്നിദേവനെ സമീപിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. കാര്യങ്ങൾ ഗ്രഹിച്ച അഗ്നിദേവൻ ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ചു. അഗ്നിദേവൻ തന്റെ ഉള്ളിലുണ്ടായിരുന്ന മഹാദേവന്റെ ശക്തിയെ ഗംഗാദേവിയുടെ ശരീരത്തിലേക്ക് പ്രവഹിപ്പിച്ചു. അങ്ങനെ ഗംഗ ഒരു പുത്രന് ജന്മം നൽകി. അവനാണ് കാർത്തികേയൻ. എല്ലാ ദേവന്മാരുടെ പത്നിമാരും കാർത്തികേയനെ മുലയൂട്ടി. അങ്ങനെ കാർത്തികേയൻ ദേവന്മാരുടെ സൈന്യാധിപനായി മാറി. രാമ, ഇനി ഞാൻ അയോധ്യ രാജാവായിരുന്ന സാഗരയുടെയും ഭൂമിയിൽ ഗംഗ അവതരണത്തിന്റെയും കഥ പറയാം. അയോധ്യ ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു സാഗര. ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് കേസനി എന്നും സുമതി എന്നും പേരുള്ള 2 ഭാര്യമാരുണ്ടായിരുന്നു. സാഗരയും പത്നിമാരും ഹിമാലയത്തിൽ പോയി വർഷങ്ങൾ നീണ്ട തപസ്സിൽ ഏർപ്പെട്ടു. ഒടുവിൽ ഭൃഗു മഹർഷി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. സാഗരയ്ക്ക് വേണ്ടിയിരുന്നത് പുത്രന്മാരെയായിരുന്നു. ഭൃഗു മഹർഷി സാഗരയോടായി പറഞ്ഞു: നിങ്ങളുടെ പത്നിമാരിൽ ഒരാൾ ഒരു പ്രശസ്തി ആർജിക്കുന്ന മകനും മറ്റേയാൾ 60,000 പുത്രന്മാർക്കും ജന്മം നൽകും. ഈ വരം ആർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മൂത്ത പത്നിയായ കേസനി തനിക്ക് ഒരു പുത്രനെ മതിയെന്ന് തീരുമാനിച്ചു. സുമതിയാകട്ടെ 60,000 പുത്രന്മാരെയും തിരഞ്ഞെടുത്തു. അങ്ങനെ അനുഗ്രഹിച്ച് മഹർഷി അപ്രത്യക്ഷനായി. പുത്രന്മാരുടെ ജനനശേഷം സാഗര അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരുക്കങ്ങൾ നടത്താൻ മന്ത്രിമാരെ എല്ലാം ചട്ടം കെട്ടി. യാഗത്തിനായി അതിവിശിഷ്ടമായൊരു കുതിരയെ മന്ത്രിമാർ കണ്ടെത്തി. യാഗശാല വാസ്തുശാസ്ത്രപ്രകാരം കെട്ടിപ്പടുത്തു. എല്ലാ രാജാക്കന്മാർക്കും ക്ഷണപത്രം നൽകി. യാഗത്തിന്റെ നടത്തിപ്പിനായി ശ്രേഷ്ഠന്മാരായ ഋഷിവര്യന്മാരെ എല്ലായിടത്തു നിന്നും ക്ഷണിച്ചു വരുത്തി. യാഗശാല പണിതുയർത്തിയത് ഹിമാലയത്തിനും വിന്ധ്യാനിരകൾക്കും ഇടയിലായിരുന്നു. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാക്ഷസനായി വേഷം മാറിയ ഇന്ദ്രൻ അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. രാക്ഷസൻ അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ട സാഗര രാജാവ് തന്റെ 60,000 പുത്രന്മാരോടായി കുതിരയെ കണ്ടുപിടിച്ചു കൊണ്ടുവരാനായി പറഞ്ഞുവിട്ടു.
അവർ പല കൂട്ടങ്ങളായി തിരിഞ്ഞ് അശ്വത്തെ തിരയാൻ പുറപ്പെട്ടു. അവർക്ക് ഭൂമിയിൽ എവിടെയും അശ്വത്തെ കണ്ടെത്താനായില്ല. സാഗര അവരോടായി ഭൂമി തുറന്നു നോക്കാനായി ഉത്തരവിട്ടു. അവർ ഭൂമിയുടെ കിഴക്ക് ഭാഗം കുഴിച്ചു നോക്കി. അവർക്ക് സംശയം തോന്നിയ എല്ലാവരെയും അവർ വധിക്കാൻ തുടങ്ങി. കിഴക്ക് ദിശ തുറന്നുപോയ അവർ അതിഭീമാകാരനായ ഒരു ആന ഭൂമിയെ തലയിൽ ചുമന്നു നിൽക്കുന്നതായി കണ്ടു. അവർ ആ ആനയെ പ്രദക്ഷിണം ചെയ്തിട്ട് തെക്ക് ദിശയിലേക്ക് പോയി. അവിടെയും അവർ ഇതേ കാഴ്ച കണ്ടു. പടിഞ്ഞാറോട്ടും വടക്കോട്ടും പോയപ്പോഴും ആന തന്റെ ശിരസിൽ ഭൂമിയെ താങ്ങുന്നതാണ് അവർ കണ്ടത്. ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും ഋഷിമാരും എല്ലാം ഒരുമിച്ച് ചേർന്ന് സാഗരയുടെ പുത്രന്മാർ നടത്തുന്ന അക്രമങ്ങളെപ്പറ്റി ബ്രഹ്മദേവനോടായി പരാതി പറഞ്ഞു. ബ്രഹ്മദേവൻ അവരോടായി പറഞ്ഞു, ഈ അക്രമങ്ങൾക്ക് ഉടൻ തന്നെ അറുതി വരുന്നതാണ്. ഭഗവാൻ നാരായണൻ ഭൂമിയെ സംരക്ഷിക്കാൻ വടക്ക് പടിഞ്ഞാറ് ദിശയിലായി കപിലമുനിയായി സാഗരയുടെ പുത്രന്മാരെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം അവരെ എല്ലാം വധിച്ചിരിക്കും. ഇത് കേട്ട് എല്ലാവരും തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു. വൈകാതെ സാഗരയുടെ പുത്രന്മാർ വടക്ക് പടിഞ്ഞാറ് ദിശയിലെത്തി. അപ്പോൾ അവിടെ ഒരു മുനി ഒരു വൃക്ഷത്തിന് താഴെയായിരിക്കുന്നത് അവർ കണ്ടു. അതിനടുത്തായി ഒരു കുതിര പുല്ലുമേയുന്നതായും കാണാമായിരുന്നു. കുതിരയെ കണ്ട അവർ ഈ മുനി തന്നെയാണ് തങ്ങളുടെ കുതിരയെ അപഹരിച്ചതെന്ന് തീർച്ചപ്പെടുത്തി. ആയുധങ്ങളുമായി മുനിയെ കൊല്ലാനായി അലറിയെടുത്തു. അലർച്ചകൾ കേട്ട് കണ്ണു തുറന്ന മുനിയുടെ കണ്ണിൽ നിന്നും പ്രവഹിച്ച രശ്മികളിൽ സാഗരയുടെ പുത്രന്മാർ കത്തിച്ചാമ്പലായി മാറി. പുത്രന്മാരുടെ മടങ്ങിയവരവ് പ്രതീക്ഷിച്ച് ഒരുപാട് കാലം സാഗര രാജാവ് കാത്തിരുന്നു. സുമതിയിലുണ്ടായ 60,000 പുത്രന്മാരെ കൂടാതെ സാഗരയ്ക്ക് മൂത്ത പത്നിയായ കേസിനിയിൽ ഒരു പുത്രനും ജനിച്ചിരുന്നല്ലോ. അസമാഞ്ജസ എന്നായിരുന്നു അവന്റെ നാമം. അസമാഞ്ജസ ചെറുപ്പത്തിൽ തന്നെ ക്രൂരനും മോശം സ്വഭാവക്കാരനുമായതിനാൽ സാഗർ അവനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ അസമാഞ്ജസയുടെ പുത്രനായ അസുമന്ത് ദയാലുവും സമർത്ഥനുമായിരുന്നു. അതിനാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു. സാഗര അസുമന്തിനോടായി തന്റെ പുത്രന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു വരാനായി പറഞ്ഞയച്ചു. അസുമന്ത് തന്റെ ചെറിയച്ഛന്മാർ കുഴിച്ച ഗർത്തങ്ങളിലൂടെ കിഴക്ക് ദിക്കിലെത്തി. അപ്പോൾ അവിടെ ഒരു ആന ഭൂമിയെ ശിരസിൽ വഹിക്കുന്നത് അവൻ കണ്ടു. അവൻ ആനയെ പ്രദക്ഷിണം ചെയ്തു. ആന അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് തെക്കു ദിശയിലും പടിഞ്ഞാറും വടക്കോട്ടും പോയ അസുമന്ത് ഇതേ കാഴ്ച തന്നെ കണ്ടു. വടക്ക് പടിഞ്ഞാറെത്തിയ അവൻ ഒരു ചാര കൂമ്പാരം തന്നെ കാണുകയുണ്ടായി. അതിനടുത്തായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു സന്യാസിയെയും അവൻ കണ്ടു. തൊഴുകയോടെ അവൻ ആ സന്യാസിയെ പ്രണാമം ചെയ്തു വണങ്ങി. കണ്ണു തുറന്ന കപിലമുനി അവനോടായി നടന്നതെല്ലാം വിവരിച്ചു. നിന്റെ ചെറിയച്ഛന്മാരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഗംഗാജലത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം അസുമന്തിനോടായി പറഞ്ഞു. കപിലമുനിയുടെ അനുവാദത്തോടെ അവൻ യാഗാശ്വത്തെ കൂടി സാഗരയുടെ അടുത്തെത്തി. സാഗര രാജാവ് മുടങ്ങിപ്പോയ അശ്വമേധയാഗം പൂർത്തിയാക്കി. പക്ഷെ സാഗരയ്ക്ക് ഗംഗാജലം ഉപയോഗിച്ച് തന്റെ പുത്രന്മാരുടെ പാപക്കറ നീക്കാൻ സാധിച്ചില്ല. അസുമന്തും തന്റെ ഭരണകാലത്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രനായ ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലെത്തിച്ചു. എന്നിട്ട് പാതാളത്തിലേക്ക് ഒഴുകി തന്റെ പിതാമഹന്മാരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഠിന തപസ്സിനൊടുവിൽ ഭഗീരഥന്റെ മുൻപിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. ഭഗീരഥനോടായി മഹാദേവന് മാത്രമേ ഭഗീരഥന്റെ ആഗ്രഹം നടത്തിത്തരാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഭഗീരഥൻ മഹാദേവനെയും ഗംഗയെയും മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി. ഭഗീരഥന്റെ തപസ്സിൽ സംപ്രീതയായ ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകാൻ തീരുമാനിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്നും ഗംഗ നേരിട്ട് ഭൂമിയിലേക്ക് പ്രവഹിച്ചാൽ ആ പ്രവാഹത്തെ സ്വീകരിക്കാൻ ഭൂമിക്ക് സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ തന്റെ മുടിക്കെട്ടിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന ഗംഗയെ സ്വീകരിച്ചു. അതിനുശേഷം ഭൂമിയിലേക്ക് പതിയെ പ്രവഹിപ്പിച്ചു. ഗംഗ ഭഗീരഥനെ പിന്തുടർന്നൊഴുകി പാതാള ലോകത്തെത്തി. സാഗരയുടെ പുത്രന്മാരുടെ ചാരം നിറഞ്ഞ കൂന ഗംഗാജലത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ഭഗീരഥനാണ് ആദ്യമായി ഭൂമിയിൽ ഗംഗാജലത്തിൽ പിതൃതർപ്പണം നടത്തിയത്. അതിൽ പിന്നെ ഗംഗ സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളിലും ഒഴുകാൻ തുടങ്ങി. ഗംഗാനദി കടന്ന് സംഘം വിശാല നഗരത്തിലെത്തി. വിശാല നഗരത്തിന്റെ കഥ എന്തെന്ന് രാമൻ വിശ്വാമിത്രനോടായി ചോദിച്ചു. വിശ്വാമിത്രൻ വിശാല നഗരത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ രാമ, കൃതയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും എന്തിന് ഋഷിമാരും രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാനും വാർദ്ധക്യവും മരണവും ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ക്ഷീരസാഗരം കടഞ്ഞാൽ അമൃത് ലഭിക്കുമെന്നും അമൃതിന് ജരാനരകളെ ഒഴിവാക്കാനും അമരത്വം പ്രദാനം ചെയ്യാനും കഴിവുണ്ടെന്നും അറിഞ്ഞ ദേവന്മാർ അസുരന്മാരോടുകൂടി പാലാഴി കടയാൻ തീരുമാനിക്കുന്നു. അതിനായി കോലായി മന്ധരപർവ്വതം അഥവാ മഹേന്ദ്രപർവ്വതത്തെയും വടമായി വാസുകിയെയും ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. പാലാഴി കടയുന്നതിനിടയിൽ പല വിശിഷ്ട വസ്തുക്കളും പൊങ്ങിവരുന്നു. ആദ്യം ഹലാഹല എന്ന കൊടിയ വിഷം വന്നു. സർവ്വചരാചരങ്ങളുടെയും നന്മയ്ക്കായി മഹാദേവൻ ഹലാഹല പാനം ചെയ്തു. പിന്നീട് പൊന്തി വന്ന ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു തന്റെ പത്നിയായി സ്വീകരിച്ചു. അതിനുശേഷം സവിശേഷ പശുവായ കാമധേനു വന്നു. അത് വസിഷ്ഠന് നൽകി. പിന്നീട് ചന്ദ്രൻ വന്നു.
അങ്ങനെ പലതും. കാത്തിരിപ്പിനൊടുവിൽ പൊങ്ങിവെന്ന അമൃതകലശം അതിവിദഗ്ധമായി മോഹിനിവേഷം ധരിച്ച് ഭഗവാൻ നാരായണൻ ദേവന്മാർക്ക് മാത്രമായി നേടിക്കൊടുത്തു. എന്നാൽ ഈ സംഭവം ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇടയിൽ അതിഭീകരമായ യുദ്ധത്തിന് വീണ്ടും കാരണമായി. തൽഫലമായി അമരന്മാരായ ദേവന്മാർ അസുരന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി. കശ്യപന് ദിതിയിലുണ്ടായ പുത്രന്മാരാണ് അസുരന്മാർ, അതിഥിയിലുണ്ടായ പുത്രന്മാരാണ് ദേവന്മാർ. തന്റെ പുത്രന്മാരുടെ മരണവിവരമറിഞ്ഞ് ദിതി വളരെ വിഷമത്തിലായി. അവർ ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനെ വധിക്കാനായി അതിശക്തനായ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു. അവർ ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനെ വധിക്കാനായി ശക്തിമാനായ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു. പതിയായ കശ്യപന്റെ അനുവാദം വാങ്ങി ദിതി കഠിനമായ തപസ്സിലേർപ്പെട്ടു. തപസ്സിന്റെ വരപ്രസാദമായി ദിതി ഗർഭിണിയായി. ഇന്ദ്രൻ ദിതിയെ തുടർച്ചയായി നിരീക്ഷിക്കുകയായിരുന്നു. എന്തെന്നാൽ ദിതിയുടെ വയറ്റിലുള്ള പുത്രൻ തന്റെ ഘാതകനാകുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടിരുന്നു. ഗർഭിണിയാവുന്ന വേള മുതൽ കുഞ്ഞിന്റെ ജനനം വരെ യാതൊരു തെറ്റും ദിതി ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഗർഭസ്ഥ ശിശുവിന് അപകടം സംഭവിക്കാം. ഇന്ദ്രൻ ഈ ഒരു അവസരത്തിനായി തക്കം പാർത്തിരിക്കുന്നു. ഒരു ദിവസം ദിതി തലയിണയിൽ തല വയ്ക്കുന്നതിനു പകരം കാലുകൾ വയ്ക്കുകയുണ്ടായി. പാദങ്ങൾ കയറ്റിവെച്ച് തലയിണ അശുദ്ധിയാക്കിയതിനാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റു വന്നിരിക്കുന്നു. ഇന്ദ്രൻ ഈ ഒരു അവസരത്തിനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇന്ദ്രൻ ദിതിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിച്ചു. ആ ഭ്രൂണത്തെ 7 ഭാഗങ്ങളാക്കി. എന്നാൽ ഇങ്ങനെയൊരു ദ്രോഹം ചെയ്ത ഇന്ദ്രനെ ദിതി കുറ്റക്കാരനായി കണ്ടില്ല. അവർ അതെല്ലാം തന്റെ തെറ്റായി തന്നെ കരുതി. തന്റെ ശ്രദ്ധക്കുറവ് മൂലം സംഭവിച്ച വലിയൊരു തെറ്റായി തന്നെ അവർ ഇതിനെ കണ്ടു. ആയതിനാൽ ദിതി ഇന്ദ്രനോട് ആ 7 ഭ്രൂണഭാഗങ്ങൾക്കും ജീവൻ നൽകാൻ അപേക്ഷിച്ചു. അവരെ അവഹ, സംവഹ, പ്രവഹ, ഉൽവഹ, വിവഹ, പരിവഹ, വരവഹ എന്നീ രാജ്യങ്ങളുടെ അധിപന്മാരാക്കി മാറ്റാനും പറഞ്ഞു. അല്ലയോ രാമ, ഇവിടെ ഈ വിശാല നഗരത്തിലാണ് ദിതി കഠിന തപസ് ചെയ്തത്. ഇവിടെ വച്ചാണ് ഇന്ദ്രൻ അവരെ സേവിച്ചതും. അതാണ് ഈ നഗരത്തിന്റെ പ്രത്യേകത. വിശാല നഗരത്തിലെ രാജാവ് വിശാല വിശ്വാമിത്രനെയും കൂട്ടരെയും സ്വാഗതം ചെയ്തു. അവരൊരു രാത്രി അവിടെ തങ്ങി പുലർച്ചെ മിഥിലാപുരി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മിഥിലയുടെ പ്രാന്തപ്രദേശങ്ങളിലെത്തിയ അവർ അതിമനോഹരമായ ഒരാശ്രമം കണ്ടു. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ മാകെ ശ്മശാനമുഖത്ത് തളം കെട്ടി നിന്നിരുന്നു. രാമൻ ആ ആശ്രമത്തിന്റെ കഥയെന്തെന്ന് ഗുരുവിനോടായി ആരാഞ്ഞു. വിശ്വാമിത്രൻ രാമനോടായി പറഞ്ഞു, ഇത് ഗൗതമാശ്രമമാണ്. താപസനായ ഋഷി ഗൗതമന്റെ ആശ്രമം. അദ്ദേഹം വർഷങ്ങളോളം ചെയ്ത കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ അഹല്യ എന്നൊരു അപ്സരസമാനിയായ സുന്ദരിയെ സൃഷ്ടിച്ചു. ഗൗതമ മഹർഷി അവളെ വിവാഹം ചെയ്തു. അവർക്കൊരു പുത്രനുണ്ടായി, സദാനന്ദൻ. എന്നാൽ ഒരിക്കൽ അഹല്യയെ കാണാനിടയായ ഇന്ദ്രന് അവളെ സ്വന്തമാക്കണമെന്ന മോഹമുദിച്ചു. ഗൗതമ മഹർഷി ഇല്ലാത്ത തക്കം നോക്കി മഹർഷിയുടെ രൂപം മാറി വന്ന ഇന്ദ്രൻ അഹല്യയെ സമീപിച്ചു. ശ്രേഷ്ഠനായ ഒരു തപസ്വിയുടെ പത്നിയായ അഹല്യയ്ക്ക് വന്നിരിക്കുന്നത് തൻ്റെ പതിയല്ല എന്ന് അറിയാമായിരുന്നു. എന്നാൽ കൂടി അവർ ഇന്ദ്രന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തു. ശേഷം ഇന്ദ്രൻ ആശ്രമത്തിന് പുറത്തു വരുമ്പോഴാണ് ഗൗതമ മഹർഷി തൻ്റെ രൂപത്തിലുള്ള മറ്റൊരാളെ കാണുന്നത്. നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മഹർഷി കമണ്ഡലുവിൽ നിന്ന് ജലമെടുത്ത് ധ്യാനിച്ച് ഇന്ദ്രന് തൻ്റെ സന്താനശേഷി ഇല്ലാതാകട്ടെ എന്ന് ശപിച്ചു. അഹല്യയെ ശപിച്ചൊരു ശിലയാക്കി മാറ്റുകയും ചെയ്തു. രാമൻ ഗൗതമാശ്രമത്തിലെത്തുമ്പോൾ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. ശേഷം അദ്ദേഹം ആശ്രമം ഉപേക്ഷിച്ചു പോയി. രാമന്റെ വരവിനായി അഹല്യയും ഈ ആശ്രമവും അനേകായിരം വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ഇതാ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു. രാമ, നീ ഈ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചാലും, വിശ്വാമിത്രൻ പറഞ്ഞു. രാമന്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്കും ആശ്രമത്തിനും പുനർജീവൻ വച്ചു. ഗൗതമമുനി അവിടെ പ്രത്യക്ഷനായി. അഹല്യയും ഗൗതമമുനിയും ഒരുമിച്ച് രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും ജനകന്റെ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്രന്റെ വരവറിഞ്ഞ ജനകൻ വിശ്വാമിത്രനെ വരവേൽക്കാൻ ഓടിയെത്തി. എന്നിട്ട് അദ്ദേഹം വിശ്വാമിത്രനോടായി പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ നടത്തുന്ന യാഗം അവസാനിക്കാൻ ഇനി 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ അങ്ങേപ്പോലൊരു മഹാനെ വരവേറ്റതിൽ ഈ യാഗശാല പുണ്യഭൂമിയായി മാറിയിരിക്കുകയാണ്. അങ്ങേ യാഗം കഴിയുന്നതുവരെ ഇവിടെ ദയവായി തുടർന്നാലും. വിശ്വാമിത്രൻ ആതിഥ്യ മര്യാദ സ്വീകരിച്ച് ജനകനടുത്തായി ഇരിപ്പിടം ഉറപ്പിച്ചു. ജനകന്റെ കണ്ണുകൾ രാമലക്ഷ്മണന്മാരിലുടക്കി. സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്സുള്ള 2 കുമാരന്മാർ. അവർ ഗജങ്ങളെപ്പോലെ നെഞ്ചു വിരിച്ചു നടക്കുന്നു. സിംഹത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമകൾ. കണ്ണുകൾ വിശാലവും താമര ഇതളുകൾ പോലെ വിടർന്നതും. ഏതോ ഗന്ധർവന്മാരാണെന്നേ തോന്നൂ.
അവരെയും രാജാവ് സ്വാഗതം ചെയ്തു. വിശ്വാമിത്രൻ ജനകനോടായി പറഞ്ഞു, രാജാവേ, ഇവർ കോസല രാജാവായ ദശരഥന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ്. ഇവരാണ് എന്നെ സിദ്ധാശ്രമത്തിലെ യാഗം പൂർത്തിയാക്കാൻ സഹായിച്ചത്. അവർ നിരവധി രാക്ഷസന്മാരെ ഇതിനോടകം വധിച്ചിരിക്കുന്നു. അവർക്ക് മഹാദേവന്റെ വിശിഷ്ടമായ ധനുസ് കാണണമെന്നുണ്ട്. അവർ ധനുർവിദ്യയിൽ അഗ്രഗണ്യന്മാരാണ്. യാഗശാലയിൽ അവിടെ ഗൗതമ മഹർഷിയുടെ പുത്രൻ സദാനന്ദനുമുണ്ടായിരുന്നു. സദാനന്ദനോടായി വിശ്വാമിത്രൻ അഹല്യയും ഗൗതമ മഹർഷിയും ഒരുമിച്ച കാര്യങ്ങൾ വിവരിച്ചു. സദാനന്ദൻ അതീവ സന്തോഷവാനായി. സദാനന്ദൻ രാമനോടായി നന്ദി പറഞ്ഞു. കടുത്ത വിശ്വാമിത്രന്റെ ആരാധകനായ സദാനന്ദൻ രാമനോടായി വിശ്വാമിത്രന്റെ കഥ പറയാൻ തുടങ്ങി. ചാന്ദ്രവംശത്തിൽ പിറഞ്ഞ ഗതിയുടെ പുത്രനായ കൗശികൻ എന്ന വിശ്വാമിത്രൻ അതിപ്രശസ്തനായ ഒരു രാജാവായിരുന്നു. ഭരണകാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന ഇദ്ദേഹം തന്റെ സൈന്യവുമായി ഒരു യാത്ര പുറപ്പെട്ടു. അദ്ദേഹം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. ശ്രേഷ്ഠന്മാരായ നിരവധി ഋഷിമാരെ കണ്ടുമുട്ടി. അദ്ദേഹം ചെല്ലുന്ന ഇടത്തെല്ലാം ജനങ്ങളും ഋഷിമാരും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വരവേറ്റു. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര ഋഷി വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. അതിമനോഹരമായ പൂക്കളും ഫലങ്ങളും നിറഞ്ഞ ആ ആശ്രമത്തിൽ മാനുകളും മുയലുകളും മയിലുകളുമെല്ലാം വിരാജിച്ചു നടന്നിരുന്നു. സിദ്ധന്മാരും ഗന്ധർവ കിന്നരന്മാരും സ്വൈര്യവിഹാരം നടത്തിയിരുന്നു. അവിടെ കുറച്ച് ഋഷിമാർ തപസ്സനുഷ്ഠിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. വസിഷ്ഠൻ അവരെ രാജമര്യാദകളോടെ സ്വീകരിച്ചു. അദ്ദേഹം അവർക്ക് ഫലങ്ങളും പാനീയങ്ങളും നൽകി. ജനങ്ങളുടെ നന്മയ്ക്കായുള്ള പദ്ധതികൾ വസിഷ്ഠനും കൗശിക മഹാരാജാവും ചർച്ച ചെയ്തു. തിരികെ മടങ്ങാനായി തുനിഞ്ഞ കൗശികനോടായി സദ്യസൽക്കാരത്തിനായി നിൽക്കണമെന്ന് വസിഷ്ഠൻ അപേക്ഷിച്ചു. വസിഷ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങി കൗശികൻ അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് കൗശികൻ വസിഷ്ഠന്റെ പശുവായ കാമധേനു അഥവാ ശബലയെ കാണുന്നത്. വസിഷ്ഠൻ കാമധേനുവിനെ വിളിച്ച് വിശ്വാമിത്രനും സൈന്യത്തിനുമായി സദ്യ ഒരുക്കാൻ കൽപ്പിച്ചു. കാമധേനു ഞൊടിയിടയിൽ അത്രയും പേർക്ക് വേണ്ട ഗംഭീര സദ്യ ഒരുക്കി. ഇത് കണ്ട കൗശികൻ കാമധേനുവിനെ തനിക്ക് നൽകാൻ വസിഷ്ഠനോടായി പറഞ്ഞു. എന്നാൽ കാമധേനു തനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണെന്നും തൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്നും അതിനാൽ നൽകാൻ നിർവാഹമില്ലെന്നും വസിഷ്ഠൻ ഉണർത്തിച്ചു. കുപിതനായ കൗശിക രാജാവ് ബലമായി കാമധേനുവിനെ തൻ്റെ ഭടന്മാരെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും വസിഷ്ഠൻ മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കാമധേനു തൻ്റെ സകല ശക്തിയും എടുത്ത് ഭടന്മാരുടെ കയ്യിൽ നിന്നും മോചിതയായി. തിരികെ വസിഷ്ഠന്റെ പക്കലെത്തി അദ്ദേഹത്തോടായി ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാത്തത്? എന്നോടുള്ള അങ്ങയുടെ താല്പര്യം കുറഞ്ഞു പോയോ? പക്ഷേ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എങ്ങനെ നിന്നെ ഒഴിവാക്കാനാകും? നീ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. പക്ഷേ ഞാൻ ഒരാൾ എങ്ങനെ അത്രയും വലിയൊരു സൈന്യത്തെ പരാജയപ്പെടുത്തും? അപ്പോൾ കാമധേനു പറഞ്ഞു, അല്ലയോ മഹാത്മൻ, അങ്ങയുടെ തപശക്തിക്ക് മുൻപിൽ ഒരു രാജാവിനും ഒരു അസ്ത്രത്തിനും പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങേക്കൊരു സൈന്യമാണ് വേണ്ടതെങ്കിൽ എനിക്കിത് നൽകാൻ സാധിക്കും. കാമധേനു ഉടൻ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നും ആയിരക്കണക്കിന് പടയാളികളുള്ള ഒരു സൈന്യത്തെ സൃഷ്ടിച്ചു. ആ സൈന്യം കൗശികന്റെ സൈന്യത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. പരാജിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയ കൗശികൻ തൻ്റെ 100 പുത്രന്മാരെ വിളിപ്പിച്ച് വസിഷ്ഠാശ്രമം ആക്രമിച്ച് കാമധേനുവിനെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു. കൗശികന്റെ 100 പുത്രന്മാരും പരാജയപ്പെടുകയും അവരെ വസിഷ്ഠൻ കല്ലാക്കി മാറ്റുകയും ചെയ്തു. ഇതറിഞ്ഞ കൗശികൻ തൻ്റെ രാജപദവി ഉപേക്ഷിച്ച് തപസ്സിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ മഹാദേവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ടു. തൻ്റെ ശത്രുക്കളുടെ നിഗ്രഹത്തിനായി സവിശേഷമായ അസ്ത്രങ്ങൾ കൗശികൻ മഹാദേവനോട് ആവശ്യപ്പെട്ടു. മഹാദേവനിൽ നിന്ന് ലഭിച്ച ശക്തിയേറിയ അസ്ത്രങ്ങളാണ് കൗശികൻ രാമൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. രാമൻ ലക്ഷ്മണനും അതേപ്പറ്റി മുൻഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വസിഷ്ഠന്റെ ബ്രഹ്മശക്തിയെ പരാജയപ്പെടുത്താൻ മഹാദേവൻ നൽകിയ ഒരസ്ത്രത്തിനും സാധിച്ചില്ല. ഏതൊരസ്ത്രത്തെക്കാളും മികച്ചത് ബ്രഹ്മശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ കൗശികൻ ഒരു ബ്രഹ്മർഷിയാകണം എന്ന് തീരുമാനിക്കുന്നു. അതിനായി ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട കഠിന തപസ് ആവശ്യമായിരുന്നു. കൗശികൻ കഠിന തപസ്സിനായി പുറപ്പെടുന്നു. എന്നാൽ കൗശികന്റെ കഠിന തപസ്സിൽ ഇടവേളകൾ ഉണ്ടാവുന്ന നിരവധി സന്ദർഭങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അവയാണ് ഇനി പറയുന്നത്. സദാനന്ദൻ രാമനോടായി കഥ തുടർന്നു. അങ്ങനെ തപസ്സിനായി കൗശികൻ വീണ്ടും ഘോരവനത്തിലെത്തി 1000 വർഷങ്ങൾ നീണ്ട ധ്യാനത്തിലേർപ്പെട്ടു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ രാജഋഷിയാക്കി മാറ്റി. എല്ലാ ദേവന്മാരും സന്യാസി വര്യന്മാരും കൗശികനെ രാജഋഷിയായി അംഗീകരിച്ചു. എന്നാൽ കൗശികൻ ഈ പദവിയിൽ തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ബ്രഹ്മർഷി പട്ടമായിരുന്നു. അതിനായി അദ്ദേഹം വീണ്ടും നീണ്ട ധ്യാനത്തിലേർപ്പെട്ടു. ഇത്തവണ കൗശികന്റെ ബ്രഹ്മർഷി മോഹം തകർത്തത് ഇക്ഷവകു വംശത്തിലെ രാജാവായ ത്രിശങ്കുവാണ്.
ഒരിക്കൽ ത്രിശങ്കുവിന് ഉടലോടെ സ്വർഗത്തിലെത്തണമെന്നൊരു മോഹമുദിച്ചു. അദ്ദേഹം രാജഗുരുവായ വസിഷ്ഠനെ സമീപിച്ച് ഒരു യാഗം സംഘടിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം രാജാവിൻ്റെ ആജ്ഞ നിരസിക്കുകയാണുണ്ടായത്. യാഗം നടത്താൻ വസിഷ്ഠന്റെ 100 പുത്രന്മാരെയും ത്രിശങ്കു സമീപിക്കുകയുണ്ടായി. അവരും രാജാവിൻ്റെ ആജ്ഞ നിരസിച്ചു. അതിനുശേഷം ത്രിശങ്കു രാജർഷി കൗശികനെ സമീപിച്ചു. വസിഷ്ഠൻ നിരസിച്ചു എന്ന കാരണത്താൽ കൗശികൻ ത്രിശങ്കുവിനെ സഹായിക്കാനായി തുനിഞ്ഞു. അതിനായി കൗശികൻ യാഗം നടത്തി ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയച്ചു. പക്ഷേ ദേവന്മാർ ഉടലോടെ സ്വർഗത്തിലെത്തിയ ത്രിശങ്കുവിനെ അവിടെ നിന്നും താഴേക്കെറിഞ്ഞു. കുപിതനായ കൗശികൻ മറ്റൊരു സ്വർഗം നിർമ്മിക്കാനായി തുനിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു സൃഷ്ടി പാടില്ല എന്ന് തീരുമാനിച്ച ദേവന്മാർ കൗശികനോടായി ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. പകരം ത്രിശങ്കുവിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഒരുവനാകാൻ അവർ അനുവദിച്ചു. അങ്ങനെ കൗശികന്റെ ബ്രഹ്മർഷിയാകാനുള്ള തപസ്സിലെ ആദ്യത്തെ ഇടവേളയായി ഇത്. ഇതുപോലെ കൗശികന്റെ തപസ്സിൽ വന്ന മറ്റൊരു ഇടവേളയാണ് ഇനി പറയുന്നത്. സദാനന്ദൻ കഥ തുടർന്നു. അംബരീഷ രാജാവ് അയോധ്യ ഭരിക്കുന്ന കാലം അദ്ദേഹം അശ്വമേധയാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ യാഗാശ്വത്തെ മോഷ്ടിക്കുകയുണ്ടായി. യാഗത്തിന് കാർമ്മികത്വം വഹിച്ചിരുന്ന സന്യാസി വര്യന്മാർ നരബലി നൽകാനായി രാജാവിനോടായി പറഞ്ഞു. രാജാവ് ഇതിനായി ഋഷി രുചികയെ കാണുകയും നടന്നതെല്ലാം വിവരിക്കുകയും ചെയ്തു. ഇതിനൊരു പോംവഴി കണ്ടെത്തി തരാമെങ്കിൽ സ്വർണത്തെ കൂടാതെ 1,00,000 പശുക്കളെയും രുചികയ്ക്ക് നൽകാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ രുചിക തൻ്റെ മൂത്തപുത്രനോടൊപ്പം യാഗത്തിൽ പങ്കെടുക്കാനാവില്ല എന്നറിയിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയാവട്ടെ ഇളയ പുത്രനോടൊപ്പവും പങ്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ രുചികയുടെ 2ാമത്തെ പുത്രൻ താൻ നരബലിക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. അംബരീഷ രാജാവ് താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ രുചികയ്ക്ക് നൽകി രുചികയുടെ 2ാമത്തെ പുത്രനായ സുനസേബനെ യാഗശാലയിലേക്ക് കൊണ്ടുപോയി. യാഗശാലയിലേക്ക് വരും വഴി രാത്രി സമയം അവർ കൗശികാശ്രമത്തിൽ തങ്ങി. അവിടെ ഋഷി കൗശികൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. സന്യാസി വര്യനെ കണ്ട സുനസേബ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ആ ബാലകന്റെ സങ്കടം കണ്ട കൗശികൻ തൻ്റെ തപസ് മുറിച്ച് അവനെ രക്ഷിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. അതിനായി നരബലി നടക്കുന്ന സമയം ജപിക്കാനായി ഒരു വിശേഷപ്പെട്ട മന്ത്രം ഓതിക്കൊടുത്തു. നരബലി നടക്കുന്ന സമയം സുനസേബൻ ഈ മന്ത്രം ജപിച്ചു. ഇന്ദ്രനും അഗ്നിദേവനും ഈ മന്ത്രത്താൽ പ്രസാദിച്ച് സുനസേബന്റെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. ഇതായിരുന്നു കൗശികൻ ബ്രഹ്മർഷിയാവാൻ നടത്തിയ തപസ്സിലെ 2ാമത്തെ ഇടവേള. 3ാമത്തെ തടസ്സം നേരിട്ടത് അപ്സരസായ മേനക നിമിത്തമായിരുന്നു. കൗശിക മഹർഷി എല്ലാ ദിവസത്തെ പോലെയും സ്നാനത്തിനായി പുഴയിലെത്തി. അപ്പോൾ അവിടെ അപ്സരസുന്ദരി മേനക സ്നാനം ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന് പെട്ടെന്നൊരു ചാഞ്ചാട്ടം തോന്നി. കൗശിക മഹർഷി അവരെ തന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. 10 വർഷത്തോളം അവർ ഒരുമിച്ച് ആശ്രമത്തിൽ ജീവിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കൗശിക മഹർഷി താൻ ബ്രഹ്മർഷിയാവാനുള്ള തപസ് മുഴക്കിയ കാര്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം മേനകയോട് തിരിച്ചു പോകാനായി കൽപ്പിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തപസ്സിൽ നേരിട്ട 3ാമത്തെ ഇടവേള. വീണ്ടും അദ്ദേഹം വർഷങ്ങൾ നീണ്ട തപസ്സിൽ ഏർപ്പെട്ടു. കഠിനമായ തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന് തന്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിക്കാനായി. അഹംഭാവം നശിച്ചു. ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിച്ചു. ശ്വാസവായു മാത്രം കൊണ്ട് ജീവിക്കാനും പരിശീലിച്ചു. അദ്ദേഹം അടുത്തതായി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. ദേവന്മാർ അദ്ദേഹത്തിന്റെ തപസ്സിന് ഭംഗം വരുത്താനായി അപ്സരസുന്ദരി രംഭയെ അങ്ങോട്ടേക്ക് അയച്ചു. എന്നാൽ രംഭയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാനായില്ല. കൗശികൻ വീണ്ടും തപസ് തുടർന്നു. കൗശിക മഹർഷിയുടെ കഠിന തപസ് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി. ദേവന്മാർ ഭയചകിതരായി. അവർ ബ്രഹ്മദേവനെ സമീപിച്ച് മഹർഷിയുടെ ആഗ്രഹം സബലീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ഒടുവിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ കൗശിക മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷനായി. അദ്ദേഹത്തെ ബ്രഹ്മർഷി വിശ്വാമിത്ര എന്ന് അഭിസംബോധന ചെയ്തു. അവിടെയുണ്ടായിരുന്ന വസിഷ്ഠമുനിയും കൗശിക മഹർഷിയെ ബ്രഹ്മർഷിയായി അംഗീകരിച്ചു. ഇന്നു മുതൽ നീ കൗശികൻ എന്നല്ല വിശ്വാമിത്ര, അതായത് പ്രപഞ്ചത്തിന്റെ സുഹൃത്ത് എന്നറിയപ്പെടും എന്ന് ബ്രഹ്മാവ് അരുൾ ചെയ്തു. ഗൗതമന്റെ പുത്രനായ സദാനന്ദൻ വിശ്വാമിത്രന്റെ കഥ പറഞ്ഞു നിർത്തി. രാമലക്ഷ്മണന്മാർ തങ്ങളുടെ ഗുരുവിന്റെ മഹത്തായ ഭൂതകാല കഥകൾ കേട്ട് രോമാഞ്ചം കൊണ്ടു. അപ്പോഴേക്കും ജനക മഹാരാജാവ് മഹാദേവന്റെ ധനുസിന്റെ മഹത്വം വിവരിക്കാൻ തുടങ്ങിയിരുന്നു. ദക്ഷ പ്രജാപതി നടത്തിയ മഹായാഗത്തിൽ പങ്കെടുക്കാൻ മഹാദേവൻ ഒഴികെ മറ്റെല്ലാ ദേവന്മാർക്കും ഋഷിവര്യന്മാർക്കും ക്ഷണം ലഭിച്ചു. ദക്ഷൻ എല്ലാവർക്കും ഹവിസും കഴിപ്പിച്ചു. ഇതിൽ മനനന്ദ ദേവി സതി അഗ്നിയിൽ ആത്മാഹൂതി നടത്തി. സതീദേവിയുടെ മരണത്തിൽ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയ മഹാദേവൻ തന്റെ ധനുസുമേന്തി ദക്ഷന്റെ യാഗശാലയിലെത്തി. അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാരാരും തന്നെ സതീദേവിയെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല എന്ന കാരണത്താൽ മഹാദേവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു:
എനിക്ക് ഹവിസ് അർപ്പിക്കാതിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാതിരുന്നത്? അതിന്റെ പരിണിത ഫലമായിട്ടാണ് എന്റെ പ്രിയതമയെ എനിക്ക് നഷ്ടമായത്. നിങ്ങളിൽ ഒരാളെയും ഞാൻ വെറുതെ വിടുന്നതായിരിക്കില്ല. എന്റെ ഈ ധനുസിനാൽ നിങ്ങളുടെ ശിരച്ഛേദം ഞാൻ ഇപ്പോൾ തന്നെ നടത്തിയിരിക്കും. അവരെല്ലാം മഹാദേവന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. ഒടുവിൽ കുറച്ചൊന്ന് ശാന്തനായ മഹാദേവൻ ആ ധനുസ് എന്റെ വംശത്തിലെ ഒരംഗമായ ദേവരഥന് നൽകി. അത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ എന്റെ കയ്യിലുമെത്തി. അതാണ് ഈ ധനുസിന്റെ പ്രത്യേകത. ജനക മഹാരാജാവ് പറഞ്ഞു നിർത്തി. ഇനി ഈ ധനുസും ഞാനും തമ്മിലുള്ള ആത്മബന്ധം പറയാം. സന്താനങ്ങളില്ലാതിരുന്ന ഞാൻ സന്താന സൗഭാഗ്യത്തിനായി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അതിനാൽ ഞാനും എന്റെ പത്നിയും നിലം ഉഴുതുമറിക്കുമ്പോൾ ഭൗമാന്തർഭാഗത്തൊരിടത്തായി ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തി. അവളെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം പുത്രിയായി വളർത്തി. അവളുടെ പേരാണ് സീത. എനിക്കവൾ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്, ഐശ്വര്യദേവത. വിവാഹപ്രായമെത്തിയ എന്റെ പുത്രിക്ക് അനുയോജ്യനായ വരനെ തേടുകയാണ് ഞാൻ. മഹാദേവന്റെ ഈ വിശിഷ്ട ധനുസിന്റെ ഞാൻ വളയ്ക്കാൻ കഴിയുന്ന വീരനാകും എന്റെ പുത്രിയെ വിവാഹം ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരുപാട് രാജാക്കന്മാർ പരിശ്രമിച്ചു. ആർക്കും തന്നെ ഞാൻ ഒടിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ധനുസൊന്ന് ഉയർത്താൻ പോലും സാധിച്ചില്ല. ജനകൻ വിശ്വാമിത്രന് നേരെ തിരിഞ്ഞു. എന്നിട്ട് വിശ്വാമിത്രനോടായി ചോദിച്ചു, ഗുരു, ഈ കുമാരന്മാർ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യന്മാരാണെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നല്ലോ. അവരോട് പരിശ്രമിക്കാൻ പറഞ്ഞാലും? എന്നിട്ട് അദ്ദേഹം ധനുസ് രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഏകദേശം 5000-ഓളം ആളുകൾ ഒരുമിച്ച് മഹാദേവന്റെ ധനുസ് ചുമന്നുകൊണ്ട് സദസ്സിലെത്തി. ഈ ധനുസ് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. രാജകുമാരിമാർ ദിനവും യഥാവിധി പുഷ്പാർച്ചന നടത്തി പൂജിച്ചിരുന്ന ധനുസായിരുന്നു മഹാദേവന്റേത്. രാമൻ തന്റെ ഗുരുവായ വിശ്വാമിത്രന്റെ അനുഗ്രഹം നേടി ധനുസ് തന്റെ കൈകളിലെടുത്തു. രാമൻ തന്റെ ഇടത് കൈയിൽ ധനുസേന്തി. വലത് കൈകൊണ്ട് ഞാൻ വളച്ചു. ക്ഷണനേരം കൊണ്ട് ധനുസ് രണ്ടായി പിളർന്നു. സദസ്സിലുള്ളവരെല്ലാം അത്ഭുതം കൊണ്ട് ആർത്തു വിളിച്ചു. ജനകൻ സന്തോഷം കൊണ്ട് ഓടിവെന്ന് പറഞ്ഞു, ഗുരു, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തനായ പുരുഷനാണ് രാമൻ. എന്റെ പുത്രി സീതയ്ക്ക് ലഭിച്ച ഭാഗ്യമാണ് രാമന്റെ പത്നീപദം. ദയവായി ഈ ശുഭവാർത്ത കോസല രാജാവ് ദശരഥനെ അറിയിക്കാൻ അനുമതി നൽകിയാലും. രാമനും സീതയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ എനിക്കും തിടുക്കമായി. വിശ്വാമിത്രന്റെ അനുവാദം വാങ്ങി ജനകൻ തന്റെ രാജദൂതന്മാരെ ദശരഥന്റെ കോസലത്തിലേക്ക് അയച്ചു. ജനകന്റെ ദൂതന്മാർ 3 പകലും 3 രാത്രിയും കൊണ്ട് കോസലത്തിന്റെ തലസ്ഥാന നഗരിയായ അയോധ്യയിലെത്തി. അവർ നടന്ന കാര്യങ്ങളെല്ലാം ദശരഥനെ ധരിപ്പിച്ചു. ദശരഥൻ അതീവ സന്തുഷ്ടനായി. അദ്ദേഹം രാമനായി വിവാഹാലോചനകൾ നടത്തി വരുമ്പോഴായി ഗുരു വിശ്വാമിത്രൻ രാമനുമായി പുറപ്പെട്ടു പോയത്. ഈ വൃത്താന്തം ശ്രവിച്ച 3 രാജ്ഞിമാരും ആഹ്ലാദത്തിൽ ആറാടി. ദശരഥന്റെ രാജഗുരുക്കന്മാരായ വസിഷ്ഠനും വാമദേവനും ജനകന്റെ ആവശ്യത്തെ സ്വാഗതം ചെയ്തു. ദശരഥനും 3 രാജ്ഞിമാരും രാജഗുരുക്കന്മാരായ വസിഷ്ഠനും വാമദേവനും മന്ത്രിമാരും മറ്റ് പ്രധാന അംഗങ്ങളും മിഥിലാപുരിയിലേക്ക് യാത്ര തിരിച്ചു. ദശരഥൻ മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞ ജനകൻ രാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിക്കാനായി തയ്യാറായി നിന്നു. ആ രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിവാഹ മാമാങ്കത്തിന് തുടക്കം കുറിച്ചു. പ്രജകളെല്ലാം ആഹ്ലാദ നൃത്തമാടി. വിവാഹം നടക്കുന്ന സദസ്സിന്റെ ഒരു ഭാഗത്ത് അയോധ്യാവാസികളും മറുഭാഗത്ത് മിഥില നിവാസികളും അണിനിരന്നു. ദശരഥനും കൂട്ടരും ഒരു ഭാഗത്തു നിന്നും സദസ്സിലേക്ക് ആഗമിച്ചു. ജനകനും കൂട്ടരും മറുഭാഗത്തു നിന്നും. ദശരഥന്റെ പക്ഷത്തു നിന്നും ഗുരു വസിഷ്ഠർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ജനകന്റെ പക്കൽ നിന്നും ഗൗതമന്റെ പുത്രൻ സദാനന്ദനും. ജനകനും പത്നിയും പുത്രി സീതയുമായി രാമന്റെ അടുക്കലെത്തി. അദ്ദേഹം സീതയെ രാമന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതുപോലെ സീതയുടെ സഹോദരി ഊർമിളയെ ലക്ഷ്മണനും വിവാഹം ചെയ്തു. ജനകന്റെ സഹോദരനും സാഖ്യ സാമ്രാജ്യത്തിന്റെ രാജാവുമായ കുശധ്വജന്റെ പുത്രിമാരായ മാന്ധവിയെയും സുതകൃതിയെയും യഥാക്രമം ഭരതനും ശത്രുഘ്നനും വിവാഹം ചെയ്തു. വിവാഹം നടന്നതിന്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഗുരു വിശ്വാമിത്രൻ നവദമ്പതികളെ അനുഗ്രഹിച്ച് ഹിമാലയത്തിലെ തന്റെ ആശ്രമത്തിലേക്ക് തിരികെ പോയി. ദശരഥനും കൂട്ടരും നവദമ്പതികളെയും കൊണ്ട് മിഥിലാപുരിയോട് യാത്ര പറഞ്ഞ് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ തിരികെ വരും വഴി പക്ഷി മൃഗാദികൾ എന്തൊക്കെയോ ദുശകുനങ്ങൾ നൽകുന്നതുപോലെ ദശരഥന് തോന്നി. ചെറിയ ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നി. അദ്ദേഹം ഗുരു വസിഷ്ഠനെ വിളിപ്പിച്ചു. വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, രാജൻ, എന്തോ അരുതാർത്ഥത സംഭവിക്കാൻ പോവുകയാണ്. പക്ഷികൾ പെട്ടെന്ന് പറന്നു വന്നതും പോയതും അപകട സൂചനയാണ് നൽകുന്നത്. എന്നാൽ മൃഗങ്ങൾ പ്രദക്ഷിണമാണ് ചെയ്തത്. അതിനാൽ ദോഷമില്ല. വിധി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിടുക തന്നെ വേണം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിശക്തമായൊരു കാറ്റ് വീശി. സൂര്യനെ കാർമേഘങ്ങൾ മൂടി. എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ കയ്യിലൊരു മഴുവുമായൊരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു. അത് പരശുരാമനായിരുന്നു, ജാമാദഗ്നി മഹർഷിയുടെ പുത്രൻ. ഗുരു വിശ്വാമിത്രന്റെ സഹോദരിയായ സത്യവതിയുടെ പുത്രനായിരുന്നു ജാമാദഗ്നി. അക്ഷത്രിയ വംശത്തിലെ രാജാവായ കാർത്തി വീരാർജുനൻ ജാമാദഗ്നി മഹർഷിയെ വധിക്കുകയുണ്ടായി. തന്റെ പിതാവിന്റെ മരണത്തിൽ പ്രതികാരദാഹിയായ പരശുരാമൻ എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചുകൊണ്ട് അവരുടെ ചോര കൊണ്ട് തന്റെ പിതാവിന് തർപ്പണം ചെയ്തു. ശേഷം അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ ധ്യാനത്തിനായി പോയി. രാമൻ മഹാദേവന്റെ ധനുസ് രണ്ടായി പിളർത്തിയ വൃത്താന്തം ശ്രവിച്ച് രാമനെ പരീക്ഷിക്കാനായി നേരിട്ട് വന്നതായിരുന്നു പരശുരാമൻ. പരശുരാമൻ രാമനെ സമീപിച്ചു പറഞ്ഞു, രാമ, നീ മഹാദേവന്റെ വില്ലൊടിച്ച കഥ ഞാൻ കേട്ടു.
എന്റെ കൈവശം എന്റെ പിതാവായ ജാമാദഗ്നി നൽകിയ ഭഗവാൻ നാരായണന്റെ ധനുസുണ്ട്. നിനക്ക് ആ ധനുസിന്റെ ഞാൻ മുറിക്കാനായാൽ നീയൊരു വീരനാണെന്ന് ഞാൻ അംഗീകരിക്കാം. ഇനി നീ പരാജയപ്പെടുകയാണെങ്കിൽ നീ എന്നെ നേരിടേണ്ടതായി വരും. ഇതാ ധനുസെടുക്കൂ. ഈ സംഭവവികാസങ്ങൾ നേരിട്ട് കാണുന്ന ദശരഥൻ അസ്വസ്ഥനാകുന്നു. അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുന്നു. രാമൻ പരശുരാമനിൽ നിന്നും ധനുസ്സും ഏറ്റുവാങ്ങി. രാമനിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തിയും തൻ്റെ ഉള്ളിലുള്ള ശക്തിയും ഒന്നാണെന്ന് അപ്പോൾ പരശുരാമൻ തിരിച്ചറിയുന്നു. തന്നെപ്പോലെ രാമനും ഭഗവാൻ നാരായണന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കുന്ന പരശുരാമൻ രാമനെ വണങ്ങി തിരികെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകുന്നു. രാമൻ മയങ്ങിക്കിടക്കുന്ന തൻ്റെ പിതാവായ ദശരഥനെ ഉണർത്തുന്നു. പ്രശ്നങ്ങൾ ഒഴിഞ്ഞുപോയതിൽ ദശരഥൻ ആശ്വസിക്കുന്നു. വിവാഹസംഘം വീണ്ടും യാത്ര തുടർന്ന് അയോധ്യയിൽ എത്തിച്ചേരുന്നു. ജനങ്ങൾ ആടിയും പാടിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും തങ്ങളുടെ രാജകുമാരന്മാരുടെ വിവാഹം കെങ്കേമമായി ആഘോഷിക്കുന്നു. ദശരഥന്റെയും കൗസല്യയുടെയും മാതൃകാപുത്രനായിരുന്നു രാമൻ. സീതയും രാമനും മാതൃകാ ദമ്പതികളും. അവർ പരസ്പരം ബഹുമാനപൂർവ്വം ആരാധിച്ചിരുന്നു. അയോധ്യ നഗരിയും അവരുടെ ദാമ്പത്യത്തിൽ ആഹ്ലാദപൂർണമായിരുന്നു.